ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മനോഹരമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് 11ാമത്തെ പാഠത്തിൻ്റെ ബുധനാഴ്ചയുള്ള ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ക്രിസ്തുവിൻ്റെ അടിമകൾ എന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഈ പാഠഭാഗം പ്രാർത്ഥനയോടെ നമുക്ക് പഠിക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയനാഥ, മനോഹരമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവിടുന്ന് നൽകി തന്ന എല്ലാ അനുഗ്രഹത്തിനായി നന്ദി പറയുന്ന പിതാവേ. ദൈവമേ, ഇന്ന് പഠിക്കുന്ന പാഠം ഞങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായി തീരുവാൻ സഹായിക്കണം. പഠിപ്പിക്കുന്ന അടിയനെയും ഇത് കേട്ട് പഠിക്കുന്ന ഓരോ വ്യക്തികളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. സകല മാനമഹത്വം കർത്താവ് എടുക്കണം. യേശു കർത്താവ് നാം ചോദിക്കുമ്പോൾ ദൈവത്തോന്നി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ഒരിക്കൽ കൂടെ പാഠഭാഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പാഠഭാഗത്ത് കാണുവാൻ കൊണ്ട് സാധിക്കുന്നത് ഒരു ക്രിസ്തീയ അടിമയെ സംബന്ധിച്ച് ഉള്ള കാര്യമാണ്. നമുക്കറിയാം, ഇന്നലെ നമ്മൾ ചിന്തിച്ചപ്പോൾ അടിമത്തം തിരുവെഴുത്തിലും ചരിത്രത്തിലും എന്നുള്ള ഭാഗം നമ്മൾ ഇന്നലെ ചിന്തിച്ചു കഴിഞ്ഞു. ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ക്രിസ്തുവിൻ്റെ അടിമകൾ എന്നുള്ള ഭാഗമാണ്. അതിനാധാരമായി നമ്മൾ ഇന്നലെ വായിച്ച വാക്യം ഒരിക്കൽ കൂടെ നമുക്ക് വായിക്കാം. ദാസന്മാരെ, ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിൻ്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പീൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയാലല്ല, ക്രിസ്തുവിൻ്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തും മനുഷ്യരെ അല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിപ്പീൻ. ദാസനോ സ്വതന്ത്രനോ ഒരുത്തൻ ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കുമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. യജമാനന്മാരെ, അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവൻ്റെ പക്കൽ മുഖപക്ഷമില്ല എന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് ഒഴിക്കുകയും ചെയ്യുവീൻ. ഹൃദയംഗവും മികച്ചതുമായ സേവനം കാഴ്ചവെച്ചുകൊണ്ട് യജമാനന്മാരെ അനുസരിക്കുവാനായിട്ട് അപ്പോസ്തലനായ പൗലോസ് ദാസന്മാരെ ഉപദേശിക്കുന്നു. ഒപ്പം തന്നെ അവൻ ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മഹത്തായ ഒരു പകരക്കാരനെ കുറിച്ചാണ്. ആരാണ് പകരക്കാരൻ? ആ പകരക്കാരൻ മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തുവാണ് പകരക്കാരൻ എന്ന് കരുതി യജമാൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് യജമാനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് യജമാനെ കർത്താവിനെന്ന പോലെ അനുസരിക്കണമെന്നല്ല, പകരം ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് യജമാനെ പ്രതിഷ്ഠിക്കുക. അതിൻ്റെ വൈരുദ്ധ്യം നാം മറന്നു പോകരുത്. എന്താണെന്ന് ഒന്നുകൂടെ വിശദമാക്കാം. യജമാനനെ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയല്ല, പകരം ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് യജമാനെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു യജമാനെ നാം സേവിക്കുന്നത് ക്രിസ്തുവിനെ പോലെയാണ് എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ യജമാനൻ ക്രിസ്തുവാണ് എന്നർത്ഥത്തിലല്ല, പകരം ക്രിസ്തുവിനെ പോലെയാണ് യജമാനെ നാം സേവിക്കേണ്ടതെന്ന് ഈ ഭാഗത്ത് പറയുന്നു. നാം ആ ഭാഗം തെറ്റിദ്ധരിക്കപ്പെടാതെ അതിനെ യഥാർത്ഥമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിനെ നാം നമ്മുടെ സ്വന്തം യജമാനെ പോലെ ആയിരിക്കണം. ആ പകരക്കാരനായ ക്രിസ്തേശുവിനെ കുറിച്ച് അത് എന്താണ് യജമാൻ അല്ലെങ്കിൽ ഒരു ദാസനിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ആ യജമാനനും ഒപ്പം തന്നെ അടിമയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഈ ഭാഗത്ത് പറയുന്നു. ഒന്നാമതായി എഫേസ്യർ 6:5 ദാസന്മാരെ, ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിൽ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിക്കണം. ഒന്നാമതായി പറയുന്നത് സ്വർഗീയ യജമാനെ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പം നാം അനുസരിക്കേണ്ടത് അല്ലെങ്കിൽ യജമാൻ എന്ന് പറയുന്നത് ആരാണ്? സ്വർഗീയമായിട്ടുള്ള അല്ലെങ്കിൽ സ്വർഗീയ യജമാനെ ചൂണ്ടിക്കാണിക്കുന്നു. രണ്ടാമതായിട്ട്
ഭയത്തോടും വിറയലോടും ആത്മാർത്ഥമായ ഹൃദയത്തോടു കൂടി തന്നെ സേവിക്കണം. ആറിനാജ് ഭയത്തോടും വിറയലോടും ഏകാഗ്രതയോടും കൂടി സേവിക്കണമെന്ന് പറയുന്നു. മൂന്നാമതായിട്ട് ക്രിസ്തീയ അടിമകളെന്ന് പറയും തങ്ങളുടെ യജമാനന്മാരുടെ അടിമകളല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ അടിമകളാണ്. അവർ യജമാൻ്റെ അടിമകളായിട്ടല്ല കണക്കാക്കേണ്ടത്, ക്രിസ്തുവിൻ്റെ ഒരു അടിമയായിട്ടാണ് അവർ കണക്കാക്കേണ്ടതെന്ന് കാണാൻ സാധിക്കുന്നു. പിന്നീട് നാലാമതായിട്ട് അവർ സേവനം നിർവഹിക്കുമ്പോൾ ഹൃദയത്തിൽ നിന്നുള്ള സേവനമായിരിക്കണം വേണ്ടത്. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയിലല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ ദാസന്മാരെ പോലെ ദൈവയിഷ്ടം മനസ്സോടെ ചെയ്യുന്നവരായിട്ട് മാറണമെന്നാണ് ഈ ഭാഗത്ത് പറയുന്നത്. പിന്നീട് പറയുന്നത് മനുഷ്യരെ അല്ല, കർത്താവിനെ തന്നെ സ്നേഹിക്കുന്നവരായിട്ട് നാം ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു സേവനമാണ് ക്രിസ്തുവിൻ ഉള്ള അടിമകളായിട്ടുള്ളവർ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അടിമകളായിട്ടുള്ളവർ അവരുടെ യജമാനന്മാരോട് ചെയ്യേണ്ടതെന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് ഓരോരുത്തർക്കും ബാധകമാണ്. അടിമകളെന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ അടിമകളാണ്, ക്രിസ്തുവിൻ്റെ ദാസന്മാരാണ് എന്ന ഭാവം നാം മറന്നു പോകാതെ, ഒരുപക്ഷെ ഈ ഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ട് ഈ അടിമ യജമാന സമ്പ്രദായത്തെ ബൈബിൾ എന്ത് ചെയ്യുന്നില്ല, അപലപിക്കുന്നില്ല. പകരം അതിൻ്റെ ശരിയായ അർത്ഥം നമുക്ക് പറഞ്ഞു തരികയാണ്. എന്താണ് നാം ചെയ്യേണ്ടതെന്നുള്ള ശരിയായ കാര്യം പറഞ്ഞിരുന്നു. അതുപോലെ നാം കർത്താവിനെ സേവിക്കുന്നവരായിട്ട് മാറണം, ക്രിസ്തുവിൻ്റെ അടിമകളായിട്ട് നാം മാറണം. നാം ഈ ലോകത്തായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അടിമകളാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ക്രിസ്തുവിൻ്റെ ദാസന്മാരാണ് നമ്മൾ ഓരോരുത്തരും. ഭയത്തോടും വിറയലോടും കൂടെ, അല്ലെങ്കിൽ സ്വർഗീയ യജമാനായി കണ്ടുകൊണ്ട് നാം ദൃഷ്ടിസേവകളല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സോടെ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മക്കളായി മാറുവാൻ കൊണ്ട് ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥനയോടെ ഈ ഭാഗത്ത് വിരമിക്കും. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു പ്രാർത്ഥിക്കാം. കരുണയോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയനാഥ, മനോഹരമായ നല്ല സമയത്തിന് കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നൽകി തന്ന എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറയുന്നു. പിതാവേ, ദൈവമേ, ഞങ്ങൾ ക്രിസ്തീയ അടിമകളാണ്. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ വിളിക്കപ്പെട്ടവരാണ്, ക്രിസ്തുവിന് ദാസന്മാരാണ്. ഞങ്ങൾ അപ്രകാരമായിരിക്കാൻ കൊണ്ട് ഞങ്ങളെ സഹായിക്കണം. സകലമാനവും മഹത്വം കർത്താവ് എടുക്കണം. യേശു കർത്താവ് നാം ചോദിക്കുമ്പോൾ ദൈവം നീ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ.